ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സേതുവിൻ്റെയും പല്ലവിയുടെയും അടുത്ത ആഴ്ചയുടെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത്. സേതുവിൻ്റെയും പല്ലവിയുടെയും നല്ല തകർപ്പൻ പെർഫോമൻസുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സേതുവിൻ്റെയും പല്ലവിയുടെയും കഥ പറഞ്ഞിരുന്നു. ഇപ്പം വീണ്ടും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ സേതുവിൻ്റെയും പല്ലവിയുടെയും ഒരു നല്ല രസകരമാകുന്ന ഒരു നിമിഷമായതുകൊണ്ടാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ദ്രൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ഋതുവിനെക്കുറിച്ചും അതിനോടൊപ്പം നമ്മുടെ അച്ചുവിൻ്റെയും ഹരിയുടെയും സ്നേഹപ്രകടനങ്ങൾ, അല്ലെങ്കിൽ അവർ കുറച്ച് കാലങ്ങളായിട്ട് അവർ വിവാഹശേഷം അവർക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ഒരു മാറ്റം വരുന്ന ഒരാഴ്ചയായിരിക്കും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പല്ലവിയുടെ ജോലി തകർത്ത് കളയുവാൻ വീണ്ടും ഡബിൾ റോളിൽ വരുന്ന ഇന്ദ്രൻ്റെ വലിയ തന്ത്രങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു എപ്പിസോഡാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് മുതൽ ഇന്ദ്രൻ്റെ നമ്മുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥ പറയുവാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും വളരെ ആഘോഷപരമാകുന്ന ഒരു നിമിഷമാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. കാരണം പൊന്നുമടത്തിൽ വളരെ സന്തോഷത്തിൻ്റെ നിറവ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ അച്ചുവിൻ്റെയും ഹരിയുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹരിക്ക് കൂടുതലായിട്ട് അച്ചുവിനെ സ്നേഹിക്കുവാനും അച്ചുവിനോടൊപ്പം നല്ലൊരു ഭാര്യ ഭർത്താവായി ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും അതിലേക്ക് തുനിയുകയും ചെയ്യുന്ന നമ്മുടെ ഹരിയുടെയും പല്ലവിയുടെയും ജീവിതത്തിൽ നമ്മുടെ ഹരിയുടെയും അച്ചുവിൻ്റെയും ജീവിതം കണ്ട പൊന്നുമടത്തിലെ എല്ലാവരും സന്തോഷം ഉണ്ടാകുകയും അങ്ങനെ അത് ആഘോഷമാക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പൊന്നുമടം വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഒക്കെയാണ് കാണുന്നത്. അതിനിടയിൽ നമ്മുടെ പല്ലവിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ്. ഒരു ഭാഗത്ത് സന്തോഷമുണ്ടെങ്കിൽ മറുഭാഗത്ത് വലിയ ട്രാജഡികൾ അല്ലെങ്കിൽ വലിയ അപകടകരമാകുന്ന ചില അവസ്ഥയിലേക്ക് പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതം പോകുന്നതൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്ദ്രൻ ഒരു ഡബിൾ റോളിൽ പല്ലവിയും ഇന്ദ്രൻ തമ്മിലുള്ള ഡൈവോഴ്സ് നടന്നെങ്കിലും അതൊക്കെ മാറ്റി ഇനി പല്ലവിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും തനിക്ക് പല്ലവിയുടെ ആ കോളേജിൽ അധ്യാപകനായിട്ട് കടന്നു വരികയും അതിനുശേഷം പല്ലവിയോട് വളരെ സൗമ്യമായിട്ട് ഇടപെടുന്ന ഇന്ദ്രനെയാണ് നമ്മൾ കാണുന്നത്. കാരണം പഴയതൊക്കെ പോയി, ഇനി എനിക്കൊരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം പല്ലവിയോട് പ്രകടമാക്കുകയും അങ്ങനെ ഒരു താണപേക്ഷിക്കുകയുണ്ട്. എന്നെ ഉപദ്രവിക്കില്ല, എനിക്ക് നഷ്ടമായതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം, എൻ്റെ ജീവിതത്തിലെ നന്മകളൊക്കെ പോയല്ലോ അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം, അതുകൊണ്ട് വലിയൊരു തലമുറയെ എനിക്ക് ഉപദേശിച്ച് വളർത്താനുണ്ട്. അതിന് പല്ലവി എന്നെ ഉപദ്രവിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ചില നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ഇന്ദ്രൻ്റെ മനസ്സിൽ മുഴുവൻ പല്ലവി തന്നെയാണ് എന്നുള്ള വ്യക്തമാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച കാണാൻ. അങ്ങനെ തന്ത്രപരമാകുന്ന നീക്കങ്ങളിലൂടെ ഇന്ദ്രൻ പല്ലവിയുടെ കോളേജിൽ എത്തുകയും അങ്ങനെ പല്ലവിയുടെ ജോലി എങ്ങനെയെങ്കിലും തെറിപ്പിക്കുക, പല്ലവിനെ അപമാനിക്കുക, പല്ലവിനെ ജോലി കളയുന്നതിന് അപ്പുറം പല്ലവി എപ്പോഴും തൻ്റെ കൺമുൻപിൽ വേണം, എന്നാൽ കൺമുൻപിൽ ഉള്ളപ്പോൾ തന്നെ പല്ലവിയെ അപമാനിക്കുകയും അതുപോലെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കുവാൻ കഴിയുമോ ആ രീതിയെല്ലാം ചെയ്യുന്ന ഇന്ദ്രൻ്റെ വലിയൊരു തന്ത്രങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കോളേജിൽ വെച്ച് വലിയ ഇന്ദ്രനും പല്ലവിൻ്റെ വാക്കുതർക്കമുണ്ടാകുകയും അങ്ങനെ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ ഇതറിയുകയും അങ്ങനെ അവിടെ വെച്ച് വലിയൊരു പ്രശ്നമുണ്ടാകുകയൊക്കെ ചെയ്യുന്ന അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ ഇന്ദ്രൻ്റെ വലയത്തിൽ പെട്ടുപോയ പല്ലവിക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ ആ കോളേജിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലൊക്കെ ഉണ്ട്. അതിനുശേഷം കാണാൻ നമ്മുടെ അച്ചുവിൻ്റെയും നമ്മൾ പറഞ്ഞല്ലോ, അച്ചുവിൻ്റെയും അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷപരമായി പോകുന്നു. അതിനോടൊപ്പം ഇന്ദ്രൻ്റെ മറ്റൊരു റോളിൽ അല്ലെങ്കിൽ വേറൊരു അപരനായിട്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മാറി നിന്ന് ഋതുവിനെ കരുവാക്കിക്കൊണ്ട് ഋതുവിനെ തൻ്റെ കസ്റ്റഡിയിലാക്കി ഋതുവിലൂടെ പല്ലവിയെയും അതുപോലെ പൊന്നുമടത്തെയും തകർക്കുവാൻ ശ്രമിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഋതു ഇന്ദ്രൻ്റെ വാചാലത്തിൽ കുടുങ്ങിപ്പോവുകയും ഇന്ദ്രനോട് കൂടുതൽ അടുക്കുകയും അങ്ങനെ ഇന്ദ്രനും ഋതുവും തമ്മിൽ ഒന്നായിത്തീരുന്ന അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ബന്ധത്തിലേക്ക് അവർ പോവുകയൊക്കെ ചെയ്യും നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും ഇന്ദ്രൻ്റെ
പല കാര്യങ്ങളും താൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്തിയെടുക്കുന്ന ചില പ്രവൃത്തികളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വരും ദിവസത്തെ റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങളായല്ലോ നമ്മൾ ഈ കഥ പറഞ്ഞിട്ട്. അതുകൊണ്ട് പലരുടെയും വിശേഷങ്ങൾ പൂർണ്ണമായും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. വീണ്ടും ഓരോ ദിവസവും റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.